നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജസ്ഥാനിൽ വെച്ച് നടത്തിയ വിവാദ പ്രസംഗമുണ്ട്. അത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൃത്യമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട്, പ്രത്യേകിച്ചും മുസ്ലിം വിഭാഗങ്ങൾക്ക് അധികമായി രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയുടെ നേട്ടം അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ എല്ലാ രീതിയിലുള്ള അഭിവൃദ്ധിയും അവരിലേക്ക് പോകുന്ന രീതി ഇവിടെ കുറേ നാളായി അവലംബിക്കുന്നു എന്ന തരത്തിൽ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാർത്ത പറഞ്ഞതിനും അത്തരത്തിലേക്ക് ഒരു പ്രസംഗം നയിച്ചതിനും വലിയ രീതിയിൽ വിമർശനം അദ്ദേഹം നേരിട്ടു. അദ്ദേഹത്തിനെ കോൺഗ്രസ് മാത്രമല്ല പ്രതിപക്ഷത്തുള്ള സകല പാർട്ടികളും എതിർക്കുകയും ചെയ്തു. ഇപ്പോഴിതാ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏപ്രിൽ 29 രാവിലെ 11 മണിക്കകം ഇതിൻ്റെ വിശദീകരണം കൃത്യമായി തന്നെ പറഞ്ഞിരിക്കണം എന്നുള്ള നോട്ടീസ് നൽകിയിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന രീതിയിൽ എന്തും ആകാം എന്ന് വിചാരിക്കരുത്. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥിയാണ്. ഭൂരിപക്ഷം കിട്ടിയാൽ മാത്രമേ അടുത്ത തവണ അധികാരത്തിലേക്ക് ഏറാൻ തന്നെ പറ്റുകയുള്ളൂ. ഒറ്റയ്ക്ക് 370 സീറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞ് ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയും അതിശക്തമായി കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ കോൺഗ്രസിൻ്റെ ചില കാര്യങ്ങൾ, അതായത് രാമക്ഷേത്ര വിഷയത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും കേസെടുക്കാനോ നടപടിയെടുക്കാനോ കഴിയില്ല എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യം ബൻസാരയിൽ നടന്ന പ്രസംഗവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമാണ്. അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട് മറുപടി പറഞ്ഞേ മതിയാവുകയുള്ളൂ. ഇത് ജനങ്ങളോട് പറയേണ്ട മറുപടി അല്ലെങ്കിൽ ജനങ്ങളോട് പറയേണ്ട ഉത്തരവാദിത്തമുണ്ട്. അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് വകുപ്പ് 153A പെടുന്ന കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇതിന് ഉത്തരം പറയാതിരിക്കാൻ കഴിയില്ല. ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വലിയ ഒരു തിരിച്ചടി എന്ന രീതിയിൽ തന്നെയാണ് BJP നേതൃത്വം പോലും കാണുന്നത്. കാരണം അദ്ദേഹത്തിനെതിരെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇത്തരത്തിൽ ഒരു ശക്തമായിട്ടുള്ള നടപടി എടുക്കുന്നു എന്ന് പറയുമ്പോൾ, ഒന്നാമത്തെ കാര്യം, പ്രചരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പ്രചരണ പരിപാടികളിൽ നിന്ന് അദ്ദേഹത്തിനെ വിലക്കാം. ഒരുപക്ഷെ ചില നടപടിക്രമങ്ങൾ വരുമ്പോൾ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിൽ നിന്ന് തന്നെ 7 കൊല്ലത്തേക്ക് സസ്പെൻഡ് ചെയ്യാം. ഇത്തരത്തിൽ നിയമ പരിധികൾ പലതും ഉണ്ട് എന്നുള്ളത് ഓർത്തിരിക്കണം എന്നുള്ള കാര്യം കൂടി വ്യക്തമാക്കുന്ന സാഹചര്യമാണിത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ചട്ട ലംഘനം നടത്തിയിട്ടുണ്ടോ പ്രധാനമന്ത്രി എന്നുള്ളത് ശക്തമായി പരിശോധിക്കവെയാണ് ഇത്തരത്തിൽ ഒരു നടപടി എടുത്തിരിക്കുന്നത്. കോൺഗ്രസ് മാത്രമല്ല സകല പാർട്ടികളും ഇതുമായി ബന്ധപ്പെട്ട് രേഖാമൂലം പരാതി നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലേക്ക് ഒരു നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗമായി വന്നത്. ഇത്രയും നാളും നടപടി എടുക്കാത്തതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നോട്ടീസ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവിടെ ഒരു ബയാസ്ഡ് ആറ്റിറ്റ്യൂഡാണോ കാണിക്കുന്നത്? ഇത്തരത്തിൽ ഒരു പക്ഷപാതം ചേരുന്ന രാഷ്ട്രീയമാണോ നിങ്ങൾ പയറ്റുന്നത് എന്ന് ജനങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇത് കൃത്യമായും അവരുടെ നിലനിൽപ്പിൻ്റെ കൂടി പ്രശ്നമായതുകൊണ്ട് അവർക്ക് ഇത്തരത്തിൽ നടപടി എടുത്താൽ മാത്രമേ മതിയാവുകയുള്ളൂ എന്നുള്ളതാണ് വാസ്തവം.